ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ ഇന്നലെ കൊണ്ടുവന്ന അതേ ബാനർ, അതേ പ്ലക്കാർഡ്, അതേ മുദ്രാവാക്യം, അതേ നാടകം ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. അതിനുശേഷം മറുപടി പറഞ്ഞുകൊണ്ട് മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും. അവിടെ തന്നെ മുനയൊടിഞ്ഞുപോയി പ്രതിപക്ഷത്തിൻ്റെ. എങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. നോട്ടീസ് കൊടുക്കാൻ തയ്യാറല്ല, ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നറിയിച്ചിട്ടും ചർച്ചയ്ക്ക് തയ്യാറല്ല. ബഹളം വെക്കുക, സഭ മുടക്കുക, ചോദ്യോത്തരവേള തന്നെ സ്തംഭിപ്പിക്കുക. ഈ അടവാണ് സഭയ്ക്കകത്ത് സ്വീകരിച്ചത് പ്രതിപക്ഷം. ദൃശ്യങ്ങൾ കാണാം. പക്ഷേ മന്ത്രിയുടെ മറുപടിക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ചോദ്യങ്ങൾക്ക് ഒരക്ഷരം മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് പക്ഷേ എഴുന്നേറ്റില്ല. ദൃശ്യങ്ങൾ കാണാം. സർ, ഈ ശബരിമല വിഷയമാണ് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന സഭാ നടപടികൾ സ്തംഭിക്കുന്നതിന് കാരണമായത്. സർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവരവിടെ ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ, അവിടെ ഇരിക്കാൻ പറ. അതുകൊണ്ട് ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. സർ, അതിന് സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോൾ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതഭൂപനും എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. എവിടെയാണ്? ചോദ്യോത്തര വേളയിലേക്ക് ഓർഡർ ചോദ്യം നമ്പർ 211 ശ്രീ AP അനിൽകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 212 ശ്രീ KM സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി. മിനിസ്റ്റർ.